അതേ വിധി തന്നെയാ എന്നെ ഗിരിയേട്ടന്റെ ഭാര്യയാക്കിയത്. നിനക്ക് ഇങ്ങോട്ട് വരാൻ നല്ല വിഷമമുണ്ടെന്ന് എനിക്കറിയാം. എന്നിട്ട് നീ ഇങ്ങോട്ട് വന്നത് ഗൗരിയമ്മ നിർബന്ധിച്ചതുകൊണ്ടാന്ന് ഞാൻ വിശ്വസിക്കില്ല. നിന്നെ കുട്ടിക്കാലം മുതലേ ഞാൻ കാണുന്നതല്ലേ. നിനക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ ആര് നിർബന്ധിച്ചാലും നീ വരില്ല. നിന്റെ വാശി എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ മനസ്സിന് വിഷമം ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ടും നീ വന്നിട്ടുണ്ടെങ്കിൽ അത് നീ തീരുമാനിച്ചതുകൊണ്ട് തന്നെയാ. നീ വന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്റെ മനസ്സിൽ ആളിക്കത്തുന്ന ഒരു കനലുണ്ടായിരുന്നു. അതിപ്പോ അണഞ്ഞതിന്റെ ഒരു ആശ്വാസം തോന്നുന്നുണ്ട്. അത് നീ എനിക്ക് തന്ന സമ്മാനമായിട്ട് ഞാൻ കരുതിക്കോളാം. വാ, നീ അകത്തേക്ക് വാ. മോളെ, ഞാൻ പായസം എടുത്തിട്ട് വരാം. മഞ്ജു പായസം എടുക്കുമ്പോഴേക്കും ഞാനിത് മഹിമയ്ക്ക് കൊടുക്കാം. മഹിമേ, ഇതാ മധുരം കഴിക്കേ. എനിക്ക് വേണ്ട. എന്താ മഹിമ മടിച്ചു നിൽക്കുന്നേ? നീ ഇത്രയും കാലം കഴിഞ്ഞ വീട് തന്നെയല്ലേ? അന്നൊന്നും ഇത് എന്റെ അച്ഛനെ കൊല്ലാൻ കൂട്ടുനിന്ന ആളുടെ വീടാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇപ്പൊ ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുന്നത് പോലും എനിക്ക് ബുദ്ധിമുട്ടാ. ആ, അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതിരിക്കുന്ന നല്ലത്. മഞ്ജുവിനെ കണ്ടില്ലേ? ആദ്യമൊക്കെ അവക്കും ഇതുപോലെ ബുദ്ധിമുട്ട് തോന്നിക്കാണും. പിന്നങ്ങോട്ട് മരിച്ചുപോയ അച്ഛനേക്കാളും വലുത് ജീവിച്ചിരിക്കുന്ന ഭർത്താവാണെന്ന് അവള് മനസ്സിലാക്കി. അതുകൊണ്ട് കണ്ടില്ലേ, അവള് നല്ല സന്തോഷത്തോടെ വിവാഹ വാർഷികം ആഘോഷിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്ന എന്താന്ന് പറഞ്ഞാ, പ്രീതി, തന്നെ ഭാനുമതിയും അന്വേഷിക്കുന്നുണ്ട്.